പൊതുവെ ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു പരാതിയാണ് കേരളത്തിലെ യുവാക്കൾ, യുവതികൾ, കേരളത്തിലെ പുതിയ തലമുറ കേരളം വിട്ടു പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പഠനാവശ്യങ്ങൾക്കായിട്ട് പോകുന്നു, മറ്റ് രാജ്യങ്ങളിൽ താമസമാക്കുന്നു, മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. അവരാരും ഇങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിന് ഭവിഷ്യത്തുകളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും, എല്ലാവരും പറയുന്നതാണ് ആശങ്കകളൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതിനെ മറ്റൊരു രീതിയിൽ കാണണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പാസ്പോർട്ടില്ലാതെ ഏത് സ്ഥലത്തോട്ടും മനുഷ്യർക്ക് പോകുവാനുള്ള ഒരു തരത്തിലേക്ക് ലോകം മാറണം എന്നുള്ളൊരു പുതിയ ചിന്താധാര എങ്ങനെയാണ് ഇപ്പോൾ ചെറുതായിട്ട് പറയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ്, അതായത് പാസ്പോർട്ട് രഹിതരായിട്ടുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന നിലവാരത്തിലോട്ട്, അല്ലെങ്കിൽ ആ നിലവാരത്തിലോട്ട് മനുഷ്യരെത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പുതിയതായിട്ട് മനുഷ്യർക്കുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്. അതിനെപ്പറ്റി ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ പിന്നെ തന്നെ എന്താണ് പാൻ ഇന്ത്യ, പാൻ വേൾഡ്, പാൻ സ്പേസ് എന്ന് ഞാൻ പറയും. ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് പാൻ യൂണിവേഴ്സ്, ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വരെ എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു പാൻ കാർഡിൽ നിന്നാണോ ഈ പാൻ എന്ന് പറഞ്ഞ സംഭവം വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും എന്തായാലും പോട്ടെ, പാൻ പരാഗ് എന്നായിരിക്കും. അപ്പോൾ എന്തോ അപ്പോൾ പാൻ മസാല എന്തായിരിക്കും അത്. അപ്പം ഒന്നുമില്ല, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതായത് പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പരിസരത്തോ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ ജില്ലയിലോ രാജ്യത്തോ ഒന്നും ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യരെല്ലാവരും എല്ലായിടത്തോട്ടും പോവുകയും എല്ലാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും എല്ലാവരും എല്ലാം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ജീവിത നിലവാരം മനുഷ്യരുടെ മുന്നോട്ട് ഉയർന്നു പോകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടും. അങ്ങനെ എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ മനുഷ്യകുലം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ വൈഡായിട്ട് ചിന്തിക്കുന്ന നിലവാരത്തിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവരങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നവർ, അവിടെ താമസിക്കാൻ പറ്റുന്നവർ, അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നവർ, അവിടെ പഠിക്കാൻ പറ്റുന്നവർ അത് പോയി അത് ചെയ്യട്ടെന്നേ, ഇങ്ങോട്ട് തിരിച്ച് വരണ്ടെന്നേ. ചേടാ, ഇത് എന്തൊരു കഷ്ടമാണ് ഇത്. ഇനി അവരെല്ലാം വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചൊറിയും കുത്തിയിരിക്കണോ? പോകുന്നവർ പോട്ടെ, പോകാൻ പറ്റാത്തവർ ഇവിടെ എന്തെങ്കിലും ചെയ്യുക. പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പോയേ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ കുറേ മണ്ടന്മാർ പറയുന്നുണ്ട്. അത് മണ്ടന്മാരെന്ന് വീണ്ടും അങ്ങനെ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ ഞാനതിനെ കാണുന്നത്. അതാണ് അതിൻ്റെ ശരിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോകുന്നവർ പോട്ടെ, അപ്പോൾ ഇനി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി അവിടെ പോയി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അത് ഓരോരുത്തരുടെ സൗകര്യം. ഇവിടെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ചെയ്യുക. അവിടെ ജീവിക്കേണ്ടവർ അവിടെ ജീവിക്കുക, ഇവിടെ ജീവിക്കേണ്ടവർ ഇവിടെ ജീവിക്കുക. അത് അവർ ഓരോരുത്തരുടെ സൗകര്യം പോലെ. എന്തായാലും അവനവന് പ്രയോജനമുള്ള കാര്യങ്ങളാണല്ലോ ഓരോ ആളുകളും ചെയ്യുന്നത്. അപ്പം അതങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ്. പിന്നെന്താ, ഓരോ ആൾക്കാർ നമ്മുടെ ആളുകളെന്നും പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ നിന്നുള്ള ആളുകൾ എല്ലാ രാജ്യങ്ങളിലും പോയി താമസിച്ച് അവിടെ വ്യാപിക്കുമ്പോൾ എന്താ പറയണേ, പലതരം കൾച്ചറുകൾ, അങ്ങനെ പലതരം കാര്യങ്ങൾ, പലതരം പുരോഗമന ചിന്തകൾ, പുരോഗമന പ്രവൃത്തികൾ, നമ്മളെക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, സമൂഹം ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ പലതും പഠിക്കാൻ പറ്റും, പലതും അറിയാൻ പറ്റും. അത് അവിടെ തന്നെ പഠിച്ച്
അതവരുടെ ജീവിതത്തിൽ ആ സമൂഹത്തോടൊത്ത് അവിടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ അവിടുത്തെ പുരോഗമിച്ച സമൂഹങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വരുമ്പോഴത്തേനും അവിടെ അവരോടൊത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഇവിടുന്ന് ചെന്നവർക്കും കിട്ടും. അന്നേരം എന്താണ് പറയുന്നത്, ആ മാറ്റങ്ങൾ അവർ ഇവിടെ വരികയാണെങ്കിൽ വരുന്നവരിൽ നിന്ന് ഇവിടെ അവർ അതിൻ്റെ ഒരു അലയൊളികൾ ഇങ്ങോട്ടും എത്തും, കേരളത്തിലോട്ടും എത്തും. ആ മാറ്റം അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന മാറ്റം, പുരോഗതി അതിങ്ങോട്ടും വരും എന്നുള്ളതാണ്. വരില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ ആശങ്കയല്ലേ. അതൊക്കെ ഈ മനുഷ്യൻ ഇന്ന് ഭൂമി ഇപ്പോൾ ഒരു ചിഹ്നഗ്രഹം വന്ന് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൊത്തം താഴെ പോവുകയല്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇടിച്ചാൽ താഴെ പോവും. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിടിച്ചു നിർത്തുമോ? ഇത് പറയുന്ന കക്ഷി എങ്ങനെയാണ്? റോട്ടിൽ കൂടെ അല്ലേ പോകുന്നത്, ഒരു വണ്ടി വന്നിടിച്ചാലോ? കാഞ്ഞു പോയല്ലേ? അതിനെപ്പറ്റി പേടിയില്ല. ചിഹ്നഗ്രഹം വന്നിടിക്കുന്നതാണ്. അപ്പോൾ ചിഹ്നഗ്രഹം വന്നിടിക്കാനാണോ സാധ്യത കൂടുതൽ? റോട്ടിൽ കൂടെ പോകുമ്പോൾ വണ്ടിക്ക് അപകടം ഉണ്ടാകാനാണോ സാധ്യത കൂടുതൽ? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ്. ഈ പറയുമ്പോൾ അങ്ങ് ഇതായിട്ടങ്ങ് തോന്നും, പക്ഷേ ആലോചിച്ച് നോക്കുമ്പോഴാണ് എന്തൊരു മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ വീണ്ടും മണ്ടത്തരം എന്ന് ഉപയോഗിക്കുകയാണ്, വേറെ വാക്കൊന്നുമില്ല. അപ്പോൾ ഈ എന്താ പറയുക, അപ്പം അങ്ങനെ പോകുന്നവർ പോട്ടെ, ഇവിടെ നിൽക്കുന്നവർ നിൽക്കട്ടെ. പോകുന്നവർ പോയി അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അതിവിടെ വന്ന് അല്ലേ, അവിടെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുറത്ത് പോയി ജീവിക്കുന്ന ഒരാൾ അവിടുന്ന് കുറേ കാലം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ താമസമാക്കി കഴിയുമ്പോഴത്തേനും ആ മാറ്റങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെ വന്ന് അങ്ങനെ താമസിക്കുമ്പോൾ ആ മാറ്റം ആ ചുറ്റുപാടിനും ഉണ്ടാവും പതുക്കെ. അങ്ങനെ 100 ആളുകൾ ചെയ്യുമ്പോൾ എന്താവും, 1000 ആളുകൾ ചെയ്യുമ്പോൾ എന്താവും, 10,000 ആളുകൾ ചെയ്യുമ്പോൾ എന്താവും, അങ്ങനെ മാറ്റം വരും പെട്ടെന്ന്. പിന്നെ അവിടെ താമസിക്കുന്നവരാണ് അവിടെ താമസിക്കട്ടെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോട്ടെ, നല്ല കാര്യം, ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ ഈ കാര്യത്തിന് ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഇത് തന്നെയാണ് ഇതിൻ്റെ ശരിയെന്നും ഞാൻ കരുതുന്നു. മറ്റേതൊക്കെ അതിൻ്റെ സൈഡിൽ വരുന്ന ഫാക്റ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ചിഹ്നഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലുള്ള സാധനങ്ങളാണ്. ചിഹ്നഗ്രഹം സെറ്റപ്പ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ഇത് പണ്ടൊരുത്തം പറഞ്ഞില്ലേ, കേരളം ഭ്രാന്താലയമാണെന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുപോലെ ചുമ്മാ പറയുന്ന ഇതൊക്കെ താൽക്കാലിക ഇത് മാത്രം. മുന്നോട്ട് നോക്കുമ്പോഴത്തേനും സംഭവം മുന്നോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു വശമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊന്നും തള്ളിക്കളയുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വശത്തിനും ഘനം കൂടുതലല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, അല്ലേ? അപ്പോൾ പിന്നെ ഇനി എന്നെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഭാവിയിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളാണ്. അപ്പോൾ ആൾക്കാർ ഇവിടുന്നൊക്കെ എല്ലായിടത്തും പോയി കാര്യങ്ങളൊക്കെ പഠിച്ചാലേ ഉള്ളൂ, കുറച്ച് പുരോഗമിച്ചാലേ ഉള്ളൂ എനിക്കൊക്കെ പ്രയോജനമുള്ളൂ, എൻ്റെ സിനിമയൊക്കെ ഓടുകയുള്ളൂ. പിന്നെ അതന്നെയല്ല, ആൾക്കാരൊക്കെ ഇവിടെ കെട്ടിക്കിടന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും രാജ്യത്ത് എൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ ഈ പരിപാടിയൊക്കെ ആയിട്ട് പോകാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ എന്താണേലും പേഴ്സണലായിട്ടാണെങ്കിലും അല്ലാണ്ട് പിന്നെ എന്താ പറയണേ, പേഴ്സണൽ അല്ലാത്തതിന് എന്നാ പറയുന്നത്, ഞാനതിനൊരു വീടിടുവാണ്. പബ്ലിക്കലി ആയിട്ടാണെങ്കിലും ഞാനിതിനെ ഇങ്ങനെ കാണത്തുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എല്ലാവരും ചിന്തിക്കുക, ഇതാണ് പറയുള്ളത്. കാരണം ഇവിടെ എല്ലാവരും കൂടി കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ 50-100 വർഷം മുമ്പുള്ള പെരട്ട പരിപാടികൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോൾ. അതുകൊണ്ട് അത്തരം തീട്ട കേസുകളിലൊന്നും ഇവിടെ നടക്കാതിരിക്കാനായിട്ട് ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ വെട്ടിപ്പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, പണി പാടും. ഇപ്പോൾ ഏതാണ്ട് വലിയ തെറ്റാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. 50-100 വർഷം മുമ്പുള്ള സെറ്റപ്പുകളാണ് നല്ലത്, അതിവിടെ കൊണ്ടുവരണം. ഏത് പട്ടിണിയും പരിവട്ടവും മറ്റേ ഒരു സൗകര്യം ഇല്ലാണ്ടിരുന്ന കാലത്ത് എന്ത് ഉണ്ടായിരുന്നെന്നായി പറയുന്നത്. ചുമ്മാ ഏതെങ്കിലും ഈ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും പാഠപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു നല്ല വാക്ക് എൻ്റെ വായി വരുന്നുണ്ട്, ഏതെങ്കിലും ഓരോ കഥ ചുമ്മാ പടച്ചു വിടും, അതും കേട്ടോണ്ട് ചുമ്മാ പറയുക.
പറയുന്നില്ല എഴുത്തുകാരെ കുറിച്ചാണ്, പോട്ടെ. എൻ്റെ കഥയൊക്കെ എടുത്ത് വല്ലപ്പോഴൊക്കെ വായിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എൻ്റെ കഥ എല്ലാവരും വായിക്കണം എന്ന് കരുതിയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ ഇത്രയും വിഡിത്തമൊന്നും ഞാൻ ഒരിക്കലും എഴുതിയില്ല. ഇനി എൻ്റെ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പുതിയ ആൾക്കാർ വരുമ്പം ഇതിലും പുതിയ മൂല്യങ്ങൾ വരുമായിരിക്കും, അതിനെക്കുറിച്ച് എഴുതുമായിരിക്കും. അങ്ങനെ എങ്ങാനും എനിക്ക് ക്ഷയം സംഭവിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, അപ്പം എന്താ പറയുക, കേരളത്തിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ പോട്ടെ, നല്ല കാര്യം. ഇവിടെ നിൽക്കുന്നവരാണ് നിൽക്കട്ടെ, അതും നല്ല കാര്യം. അതല്ലാതെ ഇവിടുന്ന് പോകുന്നത് ശരിയാണ്, ഇവിടെ നിൽക്കുന്നത് തെറ്റ് അല്ല. ഇവിടെ നിൽക്കുന്നത് ശരിയാണ്, ഇവിടുന്ന് പോകുന്നത് തെറ്റ് അല്ല. ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളും അവരവരുടെ സൗകര്യത്തിനും വേണ്ടിയിട്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ. അത്രയേ ഉള്ളൂ. താങ്ക് യു.